വിവാദങ്ങളേറെ കനത്തു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കമാകുന്നത്. നേതാക്കളുടെ ശൈലിക്കെതിരെ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുയർന്നേക്കും. ആതിഥേയ ജില്ലയായ തൃശൂരിൽ ഒട്ടേറെ വിവാദങ്ങളാണ് ഡിവൈഎഫ്ഐയെ ചൂഴ്ന്നു നിൽക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ സംഘടനയുടെ തലപ്പത്തെത്തിയ 2 പേർക്ക് പദവിയൊഴിയേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറിയായിരുന്ന NV വൈശാഖിനെതിരെ വനിതാ നേതാവ് നൽകിയ പരാതി ഏറെ കോളിളക്കമുണ്ടാക്കി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്തായ വൈശാഖിനെതിരെ CPM അച്ചടക്ക നടപടിയെടുത്തിരുന്നു. പിന്നീട് കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്ത വൈശാഖൻ ഇപ്പോൾ CPM വേദികളിൽ സജീവമാണ്. NV വൈശാഖിന് പകരമെത്തിയ VP ശരത് പ്രസാദും വിവാദത്തിൽ കുടുങ്ങി. CPM നേതാക്കൾ വലിയ സാമ്പത്തിക ഡീലുകൾ നടത്തുന്നവരാണെന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ശരത് പ്രസാദും പുറത്തേക്ക് തെറിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ ആതിഥ്യമരുളുന്നത്. പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകളുടെ ദിശ CPM-നും നിർണായകമാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. സംസ്ഥാന സമ്മേളനത്തിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കും. LDF-ന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിലേക്ക് ചർച്ചകൾ നീളുമ്പോൾ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന വിചാരണയ്ക്കും സാധ്യതയുണ്ട്. സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സംഘടനാ നേതൃത്വം പരാജയപ്പെടുന്നുവെന്ന വിമർശനവും പ്രതിനിധികൾക്കിടയിലുണ്ട്. ഭാരവാഹികൾക്ക് 38 വയസ്സ് പ്രായപരിധി കർശനമാക്കിയത് ചിലരെ വെട്ടാനാണെന്ന വിമർശനവും ശക്തം. ഈ നിബന്ധന ഷിജു ഖാനും M ഷാജറിനും വിനയായപ്പോൾ ചിന്താ ജെറോമിനും M വിജിനും സംഘടനാ തലപ്പത്തേക്ക് വഴി തുറക്കുകയാണ്. എന്നാൽ സമ്മേളനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തതുകൊണ്ട് പ്രായപരിധിയുടെ പേരിൽ പല മികച്ച നേതാക്കളും നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെന്ന വികാരവും ഉയരുന്നു. TCV ന്യൂസ്, തൃശൂർ.